എല്ലാവർക്കും ഒരു ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണസദ്യയിലെ മെയിൻ ഒരു ഐറ്റമാണ് അച്ചാറുകൾ. അത് വടുകുപുളി അച്ചാറാണ് മിക്കവാറും നമ്മൾ ഓണസദ്യക്ക് ഉണ്ടാക്കുന്ന അച്ചാറുകളിൽ ഒന്ന് കേട്ടോ. അപ്പോൾ വടുകുപുളി നാരങ്ങ കൊണ്ട് ഞാൻ വെള്ള അച്ചാറും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുള്ള ചുമന്ന അച്ചാറും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വടുകുപുളി നാരങ്ങ കൊണ്ടുള്ള അച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു നാരങ്ങയാണ് അതിനായിട്ട് മേടിച്ചത്. അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഒരു പാടുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് നൈസായിട്ട് തൊലി ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ തൊലിയൊന്നും കളയാറില്ല, പക്ഷേ ഞാൻ നൈസായിട്ടൊന്ന് തൊലി കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കുരു ഒന്ന് കളഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ആ കുരു ഇങ്ങനെ മുറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ. ഇതിൽ കിടന്നു കഴിഞ്ഞാൽ കഴിക്കും. പിന്നെ ഞാൻ മുറിയാത്തതും മുറിഞ്ഞതുമായിട്ടുള്ള എല്ലാ കുരുക്കളും എടുത്ത് കളഞ്ഞു. പിന്നെ ഞാൻ അതിനെ 2 പാർട്ടായിട്ടൊന്ന് തിരിച്ചിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് വൈറ്റ് നാരങ്ങ ഇടാനും ഒന്ന് നമുക്ക് മുളക് പൊടി ഇട്ടിട്ടുള്ള റെഡ് നാരങ്ങക്കറി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചുമന്ന നാരങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി അത്രയാണ് ഞാൻ ഇടുന്നത്. അതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേതിന് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും മാത്രം മതി വെള്ള നാരങ്ങക്കറിക്ക് ഇടാനായിട്ട്. അപ്പോൾ അത് 2 പാർട്ടായിട്ട് 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ള നാരങ്ങക്കറിക്കായിട്ട് ഞാൻ പച്ചമുളകും ഇഞ്ചിയും കൂടെ ആ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ള നാരങ്ങ അച്ചാർ റെഡിയായി കേട്ടോ. സാധാരണ നമ്മൾ പണ്ടൊക്കെ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഉപ്പിട്ട് കുറച്ച് നേരം വെക്കും. പിന്നെ ആ ഉപ്പ് പിടിച്ചിട്ടാണ് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മൾ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുമിച്ച് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് അങ്ങനെ വെക്കാം കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ ചുമന്ന നാരങ്ങക്കറി വെക്കാനുള്ള ആ പാത്രത്തിലും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ വെള്ള നാരങ്ങക്കറി നമ്മൾ മുളക്, ഇഞ്ചി, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് റെഡ് നാരങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മളിത് പാത്രത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പും നാരങ്ങയും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഇനി നമ്മൾ ഈ ചുമന്ന നാരങ്ങക്കറിയിലേക്ക് നമ്മൾ ഈ പൊടികളൊക്കെ നല്ലെണ്ണയിലൊന്ന് വഴറ്റിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് കടുക്, കറിവേപ്പില, പിന്നെ നമ്മുടെ നല്ലെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഈ പൊടി ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ നാരങ്ങയിൽ ചേർത്തിട്ട് പിന്നെ വറുത്തിടാം, അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ഈ നല്ലെണ്ണയിൽ ആ പച്ചമണമൊക്കെ മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വറുത്തിടുന്ന ആ എണ്ണയിൽ തന്നെ ഒന്ന് പൊടിയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാൻ 2 ചുമന്ന മുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ എണ്ണ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മുളക് പൊടി, ഉലുവ, കായപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ആ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് എൻ്റെ പച്ചമണം ഒന്ന് പോകുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലെണ്ണയിലാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിയോണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടോ. എന്നിട്ടാണ് ഞാൻ പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ ആ പാത്രത്തിൻ്റെ ആ ചൂടിൽ തന്നെ ആ പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് വഴറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊടി നമ്മുടെ നാരങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം നമ്മൾ വലിയൊരു ചീനിച്ചട്ടി ആണെങ്കിൽ നമ്മൾ വറുത്ത് ഇട്ട് ആ പാത്രത്തിലേക്ക് തന്നെ വേണമെങ്കിൽ നാരങ്ങ ആ പൊടിയിലേക്ക് തന്നെ നമ്മൾ ആ ചീനിച്ചട്ടിയിലാണ് നമ്മൾ വറുത്തിട്ട് ഈ പൊടിയൊക്കെ വഴറ്റുന്നതെങ്കിൽ നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർക്കാം കേട്ടോ. തിളപ്പിച്ചാർച്ച വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ച് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. ഞാൻ പക്ഷേ തീരെ വെള്ളം ചേർക്കണില്ല കേട്ടോ. ഇതിൽ നമ്മൾ ഒരു ദിവസം ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഇറങ്ങും. ആ ഒരു തിക്നെസ് മതിയായതുകൊണ്ട് ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പം നമ്മുടെ 2 അച്ചാറും റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അച്ചാറുകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ തൊലിയോടുകൂടിയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ തൊലി ഒന്ന് ഹാർഡായിരിക്കുമല്ലോ. അപ്പോൾ അത് ആ ഹാർഡ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുഴുവൻ നാരങ്ങയോട് കൂടി തന്നെ ചൂടുവെള്ളത്തിലൊന്ന് ഇട്ടെടുക്കും കേട്ടോ. കുറച്ച് നേരം ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് എടുത്തിട്ട് നുറുക്കിയെടുക്കും. അപ്പോൾ ആ നാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് തൊലി കളയാണ്ട് എടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ തൊലി നൈസായിട്ടൊന്ന് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് നമ്മൾ കളയുന്നില്ലല്ലോ. അപ്പം നല്ല ആ നാരങ്ങ മുറിച്ച് ആ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഈ ചുമന്ന നാരങ്ങക്കറിയിലേക്ക് നമുക്ക് പച്ചമുളകും ഇതുപോലെ നമ്മൾ വെള്ള നാരങ്ങക്കറിയിൽ ഇട്ടിരിക്കുന്ന പോലെ തന്നെ പച്ചമുളകും ഒക്കെ ഇടാം കേട്ടോ. ചിലർ ഇഞ്ചി ഇടും ചുമന്ന നാരങ്ങക്കറിയിൽ. ഇഞ്ചിയും പച്ചമുളകും കുറച്ച് അതിൽ ഇടാറുണ്ട്. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള വടുകപ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വിനാഗിരിയോ അങ്ങനെയുള്ള മറ്റുള്ള സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. കാരണം നമ്മളിത് പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കും. അല്ലെങ്കിൽ ഞാൻ വിനാഗിരി ഒന്നും ചേർക്കാറേ ഇല്ല കേട്ടോ. അച്ചാറുകളിലൊന്നും വിനാഗിരി ചേർക്കാറില്ല.
നമ്മുടെ വീട്ടിലായാലും പണ്ട് തൊട്ടേ വിനാഗിരി ഒന്നും ചേർക്കാറില്ല കേട്ടോ. നല്ലെണ്ണ ആയിരിക്കും അച്ചാറിന് ഉപയോഗിക്കാന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ 2 വടുകപ്പുളി അച്ചാറുകൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ ദേ ഞാനത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പിറ്റേ ദിവസമായിട്ടോ. അപ്പോൾ അതേ കുറേശ്ശെ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്